ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു അജ്രക്കിൽ വരുന്ന വെറൈറ്റി ഡിസൈനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുർത്ത ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചും ടോട്ടൽ ഇവിടെ 7 ഇഞ്ചുമാണ് ഷോൾഡറിൻ്റെ വീതി വരുന്നത്. ഇനി നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ട് നെക്ക് പോലെയാണ് കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ 3.5 ഇഞ്ച് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ 3 ഇഞ്ച് എടുത്താൽ മതിയോ. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമ്മളിവിടെ ഇതുപോലെ ഒരു ബ്ലാക്ക് പീസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരണത്. ഞാൻ ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ താഴെയായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഷേപ്പ് വരുത്തണേന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴെയായിട്ട് നമുക്ക് ഒരു 4 ഇഞ്ചിൽ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഇച്ചിരി കൂടിയും ഇറക്കം, ആ ഒരു പീസിന് ഇറക്കം കൂടുതൽ വേണവർക്ക് ഒരു 5 ഇഞ്ച് വരെ എടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച്, 4 ഇഞ്ചിൻ്റെ പകുതിയായിട്ട് ഞാൻ 2 ഇഞ്ച് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് ആ ഒരു വീതി വരേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാണ്. ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒരു പോട്ട് നെക്ക് ഷേപ്പിൽ വരണത്. അപ്പോൾ ഇത്തിരി കൂടി വീതി ഫുൾ കവർ ചെയ്യണമെങ്കിൽ വീതി കൂട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ച്, അപ്പോൾ അത് നിവൃത്തി വരുമ്പോൾ അത് 6 ഇഞ്ച് വരും. എന്നിട്ട് നമുക്ക് അതിനെ ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്യാണ് ആ ഒരു ഷേപ്പ് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ പേപ്പറിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് മുകളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു പീസ് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ബ്ലാക്ക് പീസ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കുർത്ത എന്ന് പറയുന്നത് ഫുള്ളും അജ്രക്കിൻ്റെ പാറ്റേൺസ് ആണ്. അപ്പോൾ പ്ലെയിനാണ് നമ്മൾ നെക്ക് ഡിസൈനായിട്ട് വരണത്. ഇനി പ്ലെയിൻ കുർത്തയുള്ളവർക്ക് ഇതുപോലെ അജ്രക്കിൻ്റെ ഡിസൈൻ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു യു ഷേപ്പ് ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരണത്. ഇനി ഇതിൻ്റെ അടിയിൽ വയ്ക്കാൻ നമ്മളിതുപോലെ ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ നെക്കിൻ്റെ താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഭാഗത്തായിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മളിതുപോലെ ഒരു റെഡ് പൈപ്പിംഗ് എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ അടിയിലായിട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു അരിക് കൂട്ടത്തിൽ അത് അടിച്ചു പോകും. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്യുമല്ലോ നെക്കിലൊക്കെ, അതുപോലെ ഇതിനിതുപോലെ മടക്കി ഇതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ അതിൻ്റെ അരിക് ഇതുപോലെ പൈപ്പിങ്ങിലേക്ക് അത് അറ്റാച്ച് ആയി പോയിക്കോളും. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഞാൻ ഫുൾ പൈപ്പിംഗ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നീറ്റായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് വരുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗത്തായിട്ട് വേണം അത് വയ്ക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നീളത്തിലും വീതിയിലും നമ്മൾ കൂടുതൽ തുണി എടുത്താൽ മതി. ഇതുപോലെ അടിയിൽ വയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാണ്ട് ഉള്ളിലേക്ക് പോകാനുള്ള രീതിയിലും കൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചുറ്റും. അപ്പോൾ ആ ഒരു ഷേപ്പ് പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ആ പൈപ്പിംഗ് കൊടുത്തതിൻ്റെ അരികത്ത് കൂടെ വേണം നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ലൈനിങ് ഇതിൻ്റെ നല്ല വശത്ത്, കുർത്തേൻ്റെ നല്ല വശത്തായിട്ട് വയ്ക്കാം. നമ്മളിനി നെക്കിൻ്റെ ആ ഭാഗം കൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാണ് ലൈനിങ് നമ്മൾ വെച്ച് നെക്കിൻ്റെ അവിടേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലൈനിങ് വന്ന് മൂടിക്കഴിയുമ്പോൾ നമ്മൾ വേറെ സ്റ്റിച്ചിങ് ഒന്നും അതിന് വേറെ കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് അത് വരണത്. അപ്പോൾ ഉള്ളിൽ റോങ് സൈഡിൽ ഒട്ടും വൃത്തികേടില്ലാണ്ട് നമുക്ക് ആ ഒരു നെക്ക് ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് എംബ്രോയിഡറി അല്ലെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ നമുക്ക് ഇതുപോലെ അരികത്ത് ചെയ്ത് കൊടുക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീതി കൂട്ടണതും കുറയ്ക്കണതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് വരണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.